അനന്തതയിലേക്ക് നീളുന്ന പാതകളിൽ കാലം അതിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞ ഇടങ്ങളിൽ വെച്ചാണ് അവളെ ഞാൻ കണ്ടുമുട്ടിയത്. അതൊരു യാത്രയായിരുന്നു ആത്മാവിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക്, ഒരുപക്ഷെ ഓർമ്മകൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത അഗാധതകളിലേക്ക്. കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അവളുടെ സാന്നിധ്യം മാത്രം ഒരു നേർത്ത വെളിച്ചം പോലെ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു നിന്നു. അവൾ അധികം സംസാരിച്ചില്ല, പക്ഷേ അവളുടെ കണ്ണുകളിൽ അനന്തതയുടെ ആഴങ്ങളുണ്ടായിരുന്നു. ഓരോ കാഴ്ചയിലും ഒരു തപസ്വിനിയുടെ ഏകാഗ്രതയോടെ അവൾ ലയിച്ചു നിന്നു. വാക്കുകൾക്ക് അതീതമായ ഒരു ഭാഷയിൽ ഞങ്ങൾ പരസ്പരം സംവദിച്ചു. ചിലപ്പോൾ ഒരു നോട്ടം, മറ്റു ചിലപ്പോൾ ഒരു പുഞ്ചിരി. അതായിരുന്നു ഞങ്ങളുടെ സംഭാഷണങ്ങൾ. അനന്തമായ ആകാശത്തിന് കീഴെ അജ്ഞാതമായ വഴികളിലൂടെ നടക്കുമ്പോൾ അവളുടെ സാമീപ്യം എനിക്കൊരു താങ്ങായിരുന്നു. ശബ്ദം പോലും നേർത്തുപോയ ഒരിടത്ത് വെച്ച് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താണ് അനന്തത? അവൾ പതിയെ ചിരിച്ചു. അത് വാക്കുകൾക്ക് അതീതമാണ്, അനുഭവങ്ങൾക്ക് അതീതമാണ്. അത് ഓരോ നിമിഷത്തിലുമുണ്ട്, ഓരോ ശ്വാസത്തിലുമുണ്ട്. അവളുടെ വാക്കുകൾ ഒരു കടൽ തിര പോലെ എൻ്റെ ഉള്ളിൽ അലയടിച്ചു. അനന്തതയെ ഞങ്ങൾ തേടി പോകുകയായിരുന്നില്ല, മറിച്ച് അനന്തത ഞങ്ങളിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു. ഓരോ മൺതരിയിലും, ഓരോ കാറ്റിൻ്റെ തലോടലിലും, ഓരോ സൂര്യോദയത്തിലും അസ്തമയത്തിലും ഞങ്ങൾ അനന്തതയെ കണ്ടു. യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവൾ എൻ്റെ നിഴലായി കൂടെ നിന്നു. ഭയം തോന്നുമ്പോൾ ഒരു കൈത്താങ്ങായി, സന്തോഷം തോന്നുമ്പോൾ ഒരു പുഞ്ചിരി പങ്കിട്ടു. അവളുടെ സാന്നിധ്യം എൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നു. ചുറ്റുമുള്ള ലോകം കൂടുതൽ വ്യക്തമായി, കൂടുതൽ തീവ്രമായി ഞാൻ കണ്ടു. ഒടുവിൽ ആ യാത്ര അവസാനിച്ചപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു. എങ്ങോട്ടാണ് അവൾ പോയതെന്നും ഇനി എന്നാണ് കണ്ടുമുട്ടുക എന്നും എനിക്കറിയില്ല. പക്ഷേ അനന്തതയിലേക്ക് പോയ ആ യാത്രയിൽ അവൾ അവശേഷിപ്പിച്ചു പോയ ഓർമ്മകൾ ഒരു നക്ഷത്രം പോലെ എൻ്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നു.